ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ ഒരു കല്യാണത്തിന് മലപ്പുറത്ത് നിലമ്പൂർ പോവുകയാണ്. പോകുന്ന വഴി കുറ്റിപ്പുറത്ത് ചോറും മീനെന്നും പറഞ്ഞൊരു കടയുണ്ട്, ഹോട്ടലുണ്ട്, ഫേമസ്. അത് ഞാൻ ഒത്തിരി യൂട്യൂബിൽ കൂടെയൊക്കെ കണ്ടു. പിന്നെ ലക്ഷ്മി ചേച്ചി പോയിട്ട് ലക്ഷ്മി ചേച്ചി പറഞ്ഞതായിട്ട് കേട്ടു. അപ്പം അങ്ങനെ പലരും ഇങ്ങനെ പറഞ്ഞറിവുള്ളതുകൊണ്ട് അത് ഞങ്ങളിങ്ങനെ ഓർത്ത് വെച്ചേക്കുകയായിരുന്നു. അപ്പോൾ ഇനി എപ്പോഴെങ്കിലും പോകുമ്പോൾ അവിടെ പോകാമെന്നുള്ള രീതിയിൽ പോകുന്ന വഴി ഞങ്ങളിത് ഗൂഗിൾ മാപ്പ് ഇട്ട് ഈ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു. അങ്ങനെ ഞങ്ങൾ ചോറും മീനും എന്നുള്ളൊരു റെസ്റ്റോറൻറ്റിൽ വന്നു. ഉച്ച സമയമായിരുന്നു. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കരം തിരക്ക്, ഒരു കല്യാണത്തിനുള്ള ആൾക്കാരുടെ തിരക്കായിരുന്നു കേട്ടോ. റോഡിൻ്റെ സൈഡിൽ തന്നെ ഈ റെസ്റ്റോറൻറ്റും, കാരണം വണ്ടി പാർക്ക് ചെയ്യാൻ എല്ലാ സൗകര്യമുണ്ട്. വെളിയിലെല്ലാം പാർക്ക് ചെയ്യാം, പിന്നെ സൈഡിൽ പാർക്ക് ചെയ്യാൻ നല്ല സൗകര്യമുണ്ട്. അങ്ങനെ ഒരു വലിയൊരു ഓപ്പൺ എയറാണ്, നമുക്ക് കാണുകയൊക്കെ ചെയ്യാം. പാചകം ചെയ്യുന്നതും എല്ലാം കാണാം. മീനിൻ്റെ കാര്യങ്ങളാണ് കൂടുതലുള്ളത്. പല ടൈപ്പ് മീനുകൾ, ഫ്രൈ എല്ലാം ഉണ്ട്. ഒത്തിരി ഐറ്റങ്ങളുണ്ട് കേട്ടോ. നല്ലൊരു ഹോട്ടലാണ്, നല്ല വൃത്തിയും നല്ല ഇതാണ്. താഴെ മേളിലുമായിട്ട് ഇരുന്ന് കഴിക്കാൻ. ഞങ്ങൾ മേളിലാണ് പോയിരുന്നത്. വെളിയിൽ കഴിക്കുമ്പോൾ നമുക്കത് നല്ല സീനറിയാണ്. ഭാരതപ്പുഴയുടെയാണെന്ന് തോന്നുന്നു. ഒരു പാലമൊക്കെ കാണാൻ ദൂരെ നിന്ന്, നല്ലൊരു അടിപൊളി പാലമൊക്കെ ആയിരുന്നു. ഭാരതപ്പുഴയാണെന്ന് തോന്നുന്നു, കറക്റ്റ് അറിയില്ല കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾക്കും സീറ്റ് കിട്ടി. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഇത്രയും പേരുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ വേഗം നമുക്ക് സീറ്റ് ഏതായാലും തന്നു. ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല, എന്തോ ഭാഗ്യത്തിന്. കാരണം ആൾക്കാരുടെ തിരക്ക് കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ച കിട്ടത്തില്ല എന്നാണ്. പക്ഷേ എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ ഇലയിൽ ചോറൊക്കെ തരുന്ന, ഇലയൊക്കെ ഇട്ട് നന്നായിട്ട് തുടച്ച് നല്ല നല്ല വൃത്തിയാട്ടോ. അപ്പോൾ ഇലയിൽ ചോറും പിന്നെ മീനെല്ലാം നമ്മുടെ അടുത്ത് കൊണ്ടുവരും. ഒരു വലിയ ഡിഷിൽ കൊണ്ടുവരും ഏത് മീനാണ് വേണ്ടതെന്നുള്ളത്. കാരണം പല പല ഫ്രൈകളാണ്, നമുക്ക് തന്നെ പേരറിയത്തില്ല, അതുപോലെ ഫ്രൈകൾ ഒത്തിരി ഉണ്ട്. എല്ലാം നല്ല. പിന്നെ സാധാരണ ചോറിനുള്ള കറികൾ, മോരുകറി, സാമ്പാർ, അവിയൽ, തോരന്, അച്ചാറ്, ഏതാണ്ട് ഒത്തിരി ചെറിയ ചെറിയ കറികളുണ്ടായിരുന്നു. പിന്നെ പപ്പടം, പിന്നെ ചെമ്മീൻ ചമ്മന്തി, ഇതെല്ലാം സ്പെഷ്യലല്ല, ഈ ചോറിൻ്റെ കൂടെയുള്ളതാട്ടോ. പിന്നെ മീൻ ഫ്രൈ ഇത് മാത്രമേ ഉള്ളൂ, നമ്മളിങ്ങനെ വറുത്ത മീൻ വാങ്ങിക്കണം മാത്രമേ ഉള്ളൂ സ്പെഷ്യൽ. പിന്നെ അതിൻ്റെ കൂടെ ഒരു പായസം തരും, നല്ല ടേസ്റ്റായിരുന്നു അത്. ഒരു നെയ്പായസം, നെയ്യിൻ്റെ ടേസ്റ്റ്, അതും ഈ ചോറിൻ്റെ കൂടെയുള്ള ഫ്രീ ഉള്ളതാട്ടോ. പിന്നെ അല്ലാതെ പാലടപ്രഥമനുണ്ട്. പാലടപ്രഥമനല്ല, ആ ഒരു ടൈപ്പ് ചെറിയ പാലടയില്ലേ അതിന് നല്ല ടേസ്റ്റായിരുന്നു. അതിന് നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കണം. ഒരു കപ്പിന് 50 രൂപ, അങ്ങനെ എക്സ്ട്രാ ആയി. അത് 70 രൂപ. അത് പക്ഷെ നല്ലതായിരുന്നു. 50 70 എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ. പക്ഷെ അത് നല്ല പായസമായിരുന്നു, നല്ല മിൽക്ക് മെയ്ഡൊക്കെ ചേർത്ത്. ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ ഒന്ന് കഴിക്കണം, അത്രയ്ക്ക് നമുക്ക് രുചിയുള്ള ഭക്ഷണമാണ്. എല്ലാം കൊണ്ട് നല്ല വൃത്തിയും എല്ലാം കൊണ്ട്. ഞങ്ങൾ ഇനി എന്തെങ്കിലും നമ്മൾ ആ റൂട്ടിൽ പോവുകയാണെങ്കിൽ വന്ന് കഴിക്കണം എന്നുള്ള രീതിയിലിരിക്കണം. കാരണം ഒത്തിരി ദൂരമല്ലേ, നമുക്ക് എപ്പോഴും പോയി കഴിക്കാൻ പറ്റത്തില്ലല്ലോ. അതുപോലെ ഇതായിരുന്നു. അപ്പോൾ അവിടെ താഴെ ഇറങ്ങി വരുമ്പോൾ താഴെയും ഇതെല്ലാം ഓപ്പൺ എയർ അല്ല, ഓപ്പണായിട്ടാണ് കാണാൻ. നമുക്ക് പാചകം ചെയ്യണം, ഫ്രൈ ചെയ്യുന്നു. ലേഡി സ്റ്റാഫാണ് ഒത്തിരി ഉള്ളത്. അവരാണ് ഇത് കൂടുതലും കൈകാര്യം ചെയ്യുന്നത് തന്നെ. നല്ല നല്ല വൃത്തിയും. നമുക്കവിടെ നിന്ന് വീഡിയോ എടുക്കുന്നതിനും ബുദ്ധിമുട്ടില്ല, കാരണം അതുപോലെ വൃത്തിയായിട്ടാണ് കിടക്കുന്നത്. ഒരേ സമയം എന്തുമാത്രം ഫ്രൈ ഉണ്ടാക്കണമെന്ന് പറയാം. അതും പല ടൈപ്പ് മീനുകളൊക്കെ ആയിരുന്നു. നമുക്ക് തന്നെ പേരറിയത്തില്ല. ഒരു വലിയ മീൻ ഒരെണ്ണം വാങ്ങിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് മതിയായി. പിന്നെയും വേറെ എന്തൊക്കെയോ വാങ്ങിച്ചു. പക്ഷെ എല്ലാവരും കൂടി ഉള്ളത് കൊണ്ട് അതങ്ങനെ കഴിച്ചു. നല്ല മീൻ. പിന്നെ നമ്മൾ കഴിച്ച് വയറ് നിറഞ്ഞു, നമുക്ക് ഇഷ്ടപ്പെടുകയാണെന്ന് പറഞ്ഞ് അവിടെ ഒരു മണി ഇട്ടിട്ടുണ്ട്. ആ മണിയിൽ നമ്മൾ ബെല്ലടിക്കണം. മനസ്സും വയറും നിറഞ്ഞ് മണി മുഴക്കണം എന്നാണ്. അപ്പം ഞങ്ങൾ മണി മുഴക്കി, കുറേ നേരം മണി മുഴക്കി. കാരണം അത് നല്ല രസം, അത് കണ്ടു കഴിഞ്ഞപ്പോൾ നല്ലൊരു സംതൃപ്തി. അങ്ങനെ ആ ഹോട്ടലിൽ നിന്ന് കഴിച്ച് ഞങ്ങൾ പതുക്കെ വണ്ടി പാർക്ക് ചെയ്യുന്നിടത്തേക്ക് പോയി. അവിടെ പോയി പിന്നെ ഞങ്ങൾ നേരെ ഞങ്ങളുടെ കല്യാണ സ്ഥലത്തേക്ക് പോയി. അപ്പോൾ ഇനി ആർക്കെങ്കിലും വരണമെങ്കിൽ ഇത് കുറ്റിപ്പുറത്താണ്. ഇത് ശരിക്കും നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ടാൽ മതി, കറക്റ്റ് സ്ഥലത്തെത്തും. കാരണം ഊടാവഴി ഒന്നുമല്ല.